ദേ കണ്ടില്ലേ മിന്നാമിന്നി, എത്രയധികം കഷ്ടപ്പെട്ടാ ഞാൻ അതിനെ പിടിച്ചെന്ന് അറിയോ? കാണാൻ നല്ല രസമുണ്ടല്ലേ? വാ, ഇനിയും മിന്നാമിനിങ്ങിനെ പിടിക്കാം. വീർ, നിനക്ക് ഇതുപോലെ മിന്നാമിനിയെ പിടിക്കാൻ പറ്റുമോ? നിന്നെ കൊണ്ടൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ മിന്നാമിനിയെ പിടിക്കുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള പണിയാ. ഇതിനെ പിടിക്കണെങ്കിലേ നല്ല സ്പീഡും പിന്നെ ബുദ്ധിയും ശക്തിയും ഒക്കെ വേണം, മനസ്സിലായോ? ഓ, അപ്പൊ ഇതിനെയാണോ മിന്നാമിന്നി എന്ന് വിളിക്കുന്നേ? ഇങ്ങ തന്നെ ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ഇന്നേ വരെ മിന്നാമിന്നിയെ കണ്ടിട്ടേ ഇല്ല. നീ എങ്ങനെയാ പിടിച്ചേ? ഇതെങ്ങനെയാ പറക്കുന്നേന്ന് നോക്കാം. വാവ്, കാണാൻ എന്ത് ഭംഗിയാ അല്ലേ? പറക്കുന്നത് കണ്ടോ? മിന്നാമിന്നി ചേട്ടാ, പറന്നോളൂ. താങ്ക് യു. നീ ഇതെന്താ ചെയ്ത്? എന്റെ മിന്നാമിനിയെ പറത്തി വിട്ടോ? അതിനിപ്പോ എന്താ? നിനക്ക് നിന്റെ സ്പീഡും കഴിവും ഉപയോഗിച്ച് ഇതിനെ വീണ്ടും പിടിക്കാലോ. ചെല്ല വേഗം പിടിക്കുക, അല്ലെങ്കിൽ അത് ദൂരെ പോവും. നിങ്ങളെ ഞാൻ ഇന്ന് വെറുതെ വിടാൻ പോകുന്നില്ല. നീ എന്റെ മിന്നാമിനിയെ തുറന്നു വിട്ടോ? എടാ മക്കളെ, വീറിനെ കാല് മടക്കി ഒരു തൊഴി കൊടുക്ക്. കാല് മടക്കി തൊഴിക്കുന്ന കാര്യം എനിക്ക് വിട്ടേക്ക്, എനിക്ക് അതിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ബണ്ടി, ഇനി ഒരിക്കലും മിന്നാമിനിയെ പിടിച്ച് ബോട്ടിലിൽ അടിച്ചു വെക്കരുത്. നിന്നെ അങ്ങനെ ബോട്ടിലിന്റെ അകത്തേക്ക് ഇട്ടാൽ നിനക്കെന്താ തോന്നുക? എനിക്കത് ഒരുപാട് ഇഷ്ടമാണ്. അല്ലേടാ അക്കു ഇക്കു, നമ്മൾ അകത്തിരുന്ന് ഗെയിം കളിച്ച് രസിക്കും. എന്നാ ശരി, വേഗം ഞങ്ങളെ ഏതെങ്കിലും ബോട്ടിലിനകത്തേക്ക് ഇട്ട് അടയ്ക്ക്, വേഗം. മമ്മി, ഡാഡി, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഗെയിം കളിക്കുന്നില്ലേ? എന്തിനാ കരയുന്നേ? അയ്യോ ജിൻടു, അവരെ പഴയതുപോലെ ആക്ക്. ഇങ്ങനെ മാജിക് ഒന്നും ചെയ്യരുതെന്ന് എത്ര തവണ പറയണം? അപ്പൂപ്പ, ബണ്ടി ഒരു മിന്നാമിനിങ്ങിനെ പിടിച്ച് ബോട്ടിലകത്ത് അടിച്ചു വെച്ചിരിക്കായിരുന്നു. വീരതിനെ തുറന്നു വിട്ടു. വീർ, നീ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ലോകത്തുള്ള ഒരു ജീവജാലങ്ങളെയും ഇതുപോലെ നമ്മൾ അടച്ചു വെക്കാൻ പാടില്ല. അപ്പൂപ്പ, ഇപ്പൊക്കെ എന്താ മിന്നാമിനെ കാണാൻ പറ്റാത്തെ? മിന്നാമിന്നുകൾ കാടുകളിലാണുള്ളത്. ഇവിടെ ഒരുപാട് ആളുകളില്ലേ, ഒരുപാട് പൊല്യൂഷൻ ഉണ്ട്. പുക, പൊടി, ബസിന്റെയും കാറിന്റെയും ശബ്ദങ്ങൾ, ഇതൊന്നും മിന്നാമിന്നുകൾക്ക് തീരെ ഇഷ്ടമല്ല. പണ്ട് കാലങ്ങളിൽ ഇവിടെയും വളരെയധികം മിന്നാമിന്നുകൾ ഉണ്ടായിരുന്നു. ഹായ് വീർ, എന്റെ പേര് ടിം ടിം എന്നാണ്. നേരത്തെ നിങ്ങൾ കുപ്പിന്ന് തുറന്നു വിട്ട മിന്നാമിന്നിയില്ലേ, അത് ഞാനാണ്. ഓ, ഹലോ ടിം ടിം. വീർ, ഞാൻ എന്റെ രാജാവിനോട് നിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നിന്നോടൊരു സഹായം ചോദിച്ചിട്ടുണ്ട്. എടാ വീർ, നീ മഹാരാജാവ് ചിം ചിമ്മിനെ സഹായിക്കാൻ വേണ്ടി വന്നതാണല്ലേ? കൊള്ളാം, വളരെ നല്ലത്. പക്ഷെ ഇപ്പോ നിന്നെ സഹായിക്കാനായി ഇവിടേക്കും ആരും വരില്ല. എന്റെ വായി ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഗാഡ്ജറ്റ് ഒന്നും കമാൻഡ് ചെയ്ത് വരുത്താൻ കഴിയില്ല. എന്റെ ശബ്ദം പുറത്ത് വരുന്നില്ലല്ലോ. ഞാൻ വിരിക്കുന്ന വലയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ലോകത്താർക്കുമാവില്ല. വീർ, എനിക്കിവിടുത്തെ രാജാവാകണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ എന്റെ സുഹൃത്ത് ബ്ലാക്ക് സ്പൈഡറിനോട് ഇവിടെയുള്ള ആളുകളെ എല്ലാം ശരിക്കും പേടിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇവിടെയുള്ളവർക്കെല്ലാം രാജാവിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടും. അങ്ങനെ ആ രാജാവിനെ സ്ഥാനത്ത് നിന്നും മാറ്റി ഞാൻ സ്വയം ഇവിടെ രാജാവായി മാറും. ഇത് കൊള്ളാമല്ലോ. മിന്നാമിന്നി ലോകത്ത് മനുഷ്യന്മാരെ പോലെ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടോ? നീ ശരിക്കും ഒരു മണ്ടനാണ്. നീ രക്ഷപ്പെടില്ല. എന്നെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ഇവിടുത്തെ രാജാവിനെ രക്ഷിക്കാൻ വേണ്ടി വന്നതല്ലേ? എന്നിട്ടിപ്പോ എന്തായി? നിങ്ങളുടെ ഈ അവസ്ഥ കാണുമ്പോ എനിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ. എനിക്ക് മിന്നാമിനിങ്ങിനെ കഴിക്കുന്നത് ഇഷ്ടമല്ല. അവരുടെ ദേഹത്ത് നിന്ന് വരുന്ന വെളിച്ചം തീരെ ഇഷ്ടമല്ല. പക്ഷേ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒത്തിരി ഇഷ്ടത്തോടെ കഴിക്കും. പാക്കരാ, പാക്കിന്റെ മണ്ടേ കേറടാ, മൂക്കും കുത്തി വീഴടാ, 4 മാസം കിടക്കടാ. ഈ കഴുതയെ ഞാൻ ആദ്യം കഴിക്കട്ടെ. അത് കഴിഞ്ഞ് വീറിനെയും മിമിലിയെയും കഴിക്കും. വീർ, ജിണ്ടുവിനെ വിളിക്ക്, അവൻ എവിടെയാണ്? ഇവിടെ എന്തായി
എന്തായി സംഭവിക്കുന്നത്? ആ ബ്ലാക്ക് സ്പൈഡർ അവരെ പിടിച്ചിരിക്കുകയാണ്. അത് വലിയൊരു ചിലന്തിയാണ്. ബ്ലാക്ക് സ്പൈഡറോ? എനിക്ക് ഈ ചെലന്തികളൊക്കെ ഭയങ്കര പേടിയാ. ജിണ്ടു പോവല്ലേ, ജിണ്ടു ഞങ്ങളെ ഒന്ന് രക്ഷിക്കേ. അവന്റെ ഓർമ്മ പോയെന്നാ തോന്നുന്നേ. വീർ വീർ മഹാരാജാവേ, ഞാൻ അമ്പെയ്താ വല മുറിച്ച് അവരെല്ലാം രക്ഷിക്കാം. വേണ്ട, നീ ഇപ്പോൾ അമ്പെയ്താൽ വീറിനും അവന്റെ കൂട്ടുകാർക്കും പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. അവരെ പിന്തുടരൂ. നീ എന്താടാ മണ്ട ഈ ചെയ്യുന്നത്? സോറി ബോസ്, സോറി. ഇയാൾ ഒരിക്കലും ഒരു കാര്യവും മര്യാദയ്ക്ക് ചെയ്യില്ല. He is useless, boss. He is useless. അവള് പറയുന്നത് ശരിയാണ് ബോസ്, പക്ഷെ ഞാനൊരു നിഷ്കളങ്കനാണ്, ലോയലാണ് ബോസ്. അതിലെനിക്കൊരു സംശയവുമില്ല. നീ ഒരു നിഷ്കളങ്കൻ തന്നെയാണടാ. ടിംബാക്ടോ, നീ അങ്ങോട്ട് നോക്കടാ. ഇവനാണ് എന്റെ പുതിയ ആയുധം. ഇവൻ വീറിനെ എന്നേക്കുമായി ഇല്ലാതെയാക്കും. ഇവന്റെ പേരാണ് മിസ്റ്റർ കണാരൻ. ബോസേ, എന്തിനാ വെറുതെ ഇങ്ങനെ തമാശ പറയുന്നത്? ഇവനാണോ വീറിന്റെ കഥ കഴിക്കാൻ പോകുന്നത്? How dare you? ബോസേ, ബോസേ, രക്ഷിക്കേ. സോറി സോറി, ഒരു അബദ്ധം പറ്റിയതാ. ഇയാളാള് ചില്ലറക്കാരനല്ലല്ലോ ബോസേ. ഇനി ഒരിക്കലും നീ മിസ്റ്റർ കണാറിനെ ചൊറിയാൻ പാടില്ല. മിസ്റ്റർ കണാരൻ, നിങ്ങൾ ആ ടിംബക്ടുവിന്റെ കൂടെ പോയിക്കോളൂ. എന്നിട്ട് ആ വീറിനെ എന്നേക്കുമായി ഇല്ലാതെയാക്ക്. ഓക്കേ സാർ. നിന്റെ ഈ കാറുണ്ട് ഒരുപാട് ഉപയോഗമുണ്ടല്ലോ. അതെ അമ്ലേ, അതിനു വേണ്ടിയാണല്ലോ ഞാൻ ഇത് ഉണ്ടാക്കിയത്. ഇല്ലേ, നിനക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഈ കാർ എടുത്തോണ്ട് ഗ്രാമത്തിലൊക്കെ പോവാൻ പറ്റും. ഇല്ല ചുൾബുൾ, ഈ കാറ് കുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ല. ഞാനൊരു റോബോട്ട് അല്ലേ, എനിക്കിത് എളുപ്പം ഓടിക്കാൻ കഴിയും. വേറെ ഏതെങ്കിലും കുട്ടികൾ ഇതുപോലെ കാർ എടുത്ത് റെയിൽവേ ട്രാക്കിലേക്ക് വന്നാ ആക്സിഡന്റ് ഉണ്ടാവും. ട്രെയിൻ പെട്ടെന്ന് എപ്പോഴാ വരാന്ന് പറയാൻ പറ്റില്ല. ട്രെയിൻ എപ്പോഴാ വരുന്നെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? ട്രെയിൻ പെട്ടെന്ന് വരുവാണെങ്കിൽ എനിക്ക് ഈ കാറിനെ പറപ്പിക്കാൻ കഴിയും. അതാരാ? ദേ, ആ കാർ ഓടിച്ചോണ്ട് വരുന്നില്ലേ, അവനാണ് വീറ്. അവന്റെ കൂടെ ഉള്ളത് അവന്റെ കൂട്ടുകാരാ. എല്ലാത്തിനും അങ്ങ് തീർത്ത് കളഞ്ഞേര്. അങ്ങോട്ട് നോക്ക്, അവിടെ ആ ടിംബക്ടു നിൽക്കുന്നുണ്ട്. തീർച്ചയായും അയാൾ ആരെങ്കിലും കൊണ്ടുവന്നതാവും. ഓക്കെ കൂട്ടുകാരെ, റെഡി ഫോർ ടേക്ക് ഓഫ്. നമ്മളിപ്പോ പറക്കാൻ പോവാണ്. ഇത് മറ്റു കുട്ടികൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ടിംബക്ടോ, നിനക്കെന്താണ് തോന്നുന്നത്? എനിക്ക് വീറിനെ ഇല്ലാതാക്കാൻ കഴിയുമോ അതോ ഇല്ലയോ? നിങ്ങൾ വീറിനെ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും പിടികൂടും. അവള് പറയുന്നത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. പക്ഷേ ഇവള് പറഞ്ഞ ആ ദിവസം എന്നാണ് വരുന്നത് ബോസ്? വീറിനെ പിടിക്കാൻ പിന്നാലെ ഓടി ഓടി ബോസ് അങ്ങ് കിളവനായി പോയി. എന്നിട്ടും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. വീറിനെ പിടിക്കാനാന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ട് അവസാനം ബോസ് ഇല്ലാണ്ടാവാതിരുന്നാ മതി. I am mad, very very mad. നീ എന്നെ കിളവനെന്ന് വിളിച്ചു അല്ലേടാ? പക്ഷെ ഇനി നീ എന്നെ അപമാനിക്കില്ല കേട്ടോ. ഇതാണ് എന്റെ പുതിയ റോബോട്ട്, ഡാർക്ക് മാഗ്നസ്. ഇന്ന് രാത്രി ഫുർസത് ഗഞ്ചിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട രാത്രിയായിരിക്കും. എന്റെ ഈ ഡാർക്ക് മാഗ്നസ് റോബോട്ട് ഫുർസത് ഗഞ്ചിനെ അന്ധകാരം കൊണ്ട് നിറയ്ക്കാം. ആ ഇരുട്ടിന്റെ മറവിൽ വീറിന് വിനാശം സംഭവിക്കാം, സർവനാശം. ഡാർക്ക് മാഗ്നസോ? ബോസ് പറയുന്നല്ലോ നീ ഫുർസത് ഗഞ്ചിനെ മുഴുവനും അന്ധകാരം കൊണ്ട് നിറയ്ക്കുമെന്ന്. അങ്ങനെയെങ്കിൽ പിന്നെ ഒരു സാമ്പിള് കാണിച്ചു തരാൻ പറ്റുമോ? നിർത്താനാ പറഞ്ഞതാ.
ഞാൻ പരീക്ഷിച്ച് കണ്ടുപിടിച്ച എല്ലാ മെഷീനുകളും ഇപ്പൊ നശിച്ചു പോകും. എടാ ടിംബക്ടോ, നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിച്ചു കൂടെടാ. ആകാശത്തെ നക്ഷത്രം കാണാൻ എന്ത് രസല്ലേ. അതേ എമിലി, കാണുമ്പോ തന്നെ 1000 ബൾബുകൾ ഒരുമിച്ച് കത്തുന്ന പോലെയാ തോന്നുന്നേ. അതാരായിരുന്നു മുകളിൽ കൂടി ഇപ്പൊ ചിരിച്ചോണ്ട് പോയത്? ആകെ മൊത്തം ഇരുട്ടാക്കി കളഞ്ഞല്ലോ. വീർ, നിങ്ങളുടെ ഇവിടെ കറണ്ട് ഉണ്ടോ? ഇല്ല ആന്റി, ഇപ്പഴാ ഇവിടെ എല്ലാം ഇരുട്ടായത്. നിങ്ങളെ രണ്ടുപേരും ഇവിടെ നിക്കേ, ഞാൻ പോയി ചെക്ക് ചെയ്തിട്ട് വരാം. വിങ് സ്യൂട്ട് ഓൺ. വിങ് സ്യൂട്ട് ഓൺ. കുട്ടികളെ കരണ്ട് പോയിരിക്കുക. എന്നാ ഇത് വെച്ചോ. അല്ല, ഈ വീരതെവിടെ പോയി? കറണ്ട് എന്താ പോയിന്ന് ചെക്ക് ചെയ്യാൻ പോയതാ. ഇവിടുത്തെ എല്ലാ വീട്ടിലും കറണ്ട് പോയി. അപ്പൂപ്പ കറുത്ത എന്തോ ഒരു രൂപം മുകളിൽ കൂടെ പോയി. അത് ചിരിക്കുന്നുണ്ടായിരുന്നു. അത് പോയ വഴിയിലെല്ലാം കറണ്ട് അത് വലിച്ചെടുക്കുന്നുണ്ടായിരുന്നു. കറുത്ത രൂപമോ? അത് കരണ്ടെല്ലാം വലിച്ചെടുത്തെന്നോ? എങ്കിലത് മാഡ്മാക്സിന്റെ പണി തന്നെയായിരിക്കും. വീറിനെ വിവരം അറിയിച്ചേ പറ്റൂ. റോബോബോയ്, ഇതെന്താ ഇവിടെ മൊത്തം ഇരുട്ടായത്?